ഹായ് നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു മുടി കെയർ ചെയ്ത് തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. എന്തായാലും കെയർ ചെയ്തല്ലോ, അപ്പം നിങ്ങൾക്കും ധാരാളം മുടി ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡൈ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡൈയുടെയും പിന്നെ റോസ്മേരി എങ്ങനെ ഉപയോഗിക്കുന്നത് അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഈ ഡൈ എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ്. മുടിക്ക് കളർ കൊടുക്കാൻ മാത്രമല്ല, മുടിയുടെ വളർച്ചയ്ക്കും അത് ആവശ്യമാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർ പഴയ വീഡിയോസൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കുറേ സംശയങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ടൈമും കൂടി ഞാൻ ചോദിക്കുന്നത്. പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, അപ്പോൾ അവർക്കും കൂടി ഉപയോഗമാവുമല്ലോ പറഞ്ഞു തരുമ്പോൾ ഡൈനെ കുറിച്ചിട്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എന്നോട് ഈ പാൻ പോവാൻ എന്താ ചെയ്യേണ്ടത്, എമർജൻസി ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞിരുന്നല്ലോ, പാൻ പോവാനും ചൊറിച്ചിൽ മറ്റേ ഫംഗസിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് തുളസി. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം തുളസിയുടെ ഗുണം എന്താണ്. തുളസി പലതരത്തിലുണ്ട്. കൃഷ്ണ തുളസിയുണ്ട്, രാമ തുളസിയുണ്ട്, ഇത് വെള്ള തുളസി എന്ന് പറയും കേട്ടോ. ഇത് വെള്ള തുളസിയാണ്. ഇതാണ് കൃഷ്ണ തുളസി എന്ന് പറയും. ചുമന്ന തുളസി. നമ്മൾ സാധാരണ ചുമപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ്, കൃഷ്ണ തുളസി ആണ് നമ്മൾ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പാൻ പോവാനായിട്ട് നമുക്കിത് രണ്ടും ഉപയോഗിക്കാം കേട്ടോ. ചുമപ്പില്ലെങ്കിലും വെള്ള തുളസി ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് ജാറിലിട്ട് അരച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ഇതിൻ്റെ നീരെടുക്കാം. എന്നിട്ട് ആ നീര് നമ്മൾ തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തലയോട്ടിൽ വിരലുകൊണ്ട് മതി, തലയോട്ടിൽ മുഴുവനും തേച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് പിടിപ്പിച്ചിട്ട് പ്രശ്നം ഇപ്പം നിർക്കിട്ടില്ലാത്തവർക്ക് അത് കിടക്കുന്നതിന് മുമ്പ് ഈവനിങ് ടൈമിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് പിറ്റേ ദിവസം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അല്ലാത്തവർ കുളിക്കുന്നതിന് മുമ്പ് തേച്ചിട്ട് ഒരു 15-20 മിനിറ്റ് വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ നമ്മൾ 2-3 പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യണം കേട്ടോ. അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശല്യമൊക്കെ മാറും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്ത ആ തുളസി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. അരിഞ്ഞിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. കണ്ടോ, ഇതാണ് ആ തുളസി നീര്. അല്പം വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ അരച്ച് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇത് നമ്മൾ തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നല്ലതാണ്, കായ്ക്കും നല്ല. മുടിയുടെ ഡാമേജ് ഒക്കെ ഉണ്ടല്ലോ, സ്കാൽപ്പിൻ്റെ ഡാമേജ് ഒക്കെ മാറും കേട്ടോ. ശരിക്കും ഇത് തേച്ചാൽ മതി, സ്കാൽപ്പിനുള്ള ഡാമേജും എല്ലാം മാറും. നമ്മളൊരു ഇപ്പോൾ മുടിക്ക് ജീവനുണ്ട് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം പറഞ്ഞുതരാം. കാരണം ഇപ്പോൾ നമുക്ക് ഓരോ മനുഷ്യർക്കാണെങ്കിലും ജന്തുക്കൾക്കാണെങ്കിലും ഓരോ സ്റ്റേജ് ഉണ്ട് വളർച്ചയുടെ അല്ലേ. മനുഷ്യന് കുഞ്ഞായിരിക്കുന്നു, അപ്പോൾ കുട്ടിക്കാലം ആകുമ്പോഴത്തേക്കും വളർന്ന് വലുതാവുന്നു. ചെറുപ്രായത്തിലാണ് പെട്ടെന്ന് വളർച്ച. നമ്മൾ പറയില്ലേ, അവൻ പെട്ടെന്ന് വലുതായി, കണ്ണടച്ച് തുറക്കണ പോലെ കുട്ടികളുടെ വളർച്ച എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുപോലെ വളരും. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അത് പൊക്കം വയ്ക്കുന്ന കുട്ടികളാണെങ്കിലും പൊക്കം വെച്ച് വരും. പിന്നെ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ആ വളർച്ച അങ്ങനെ നിന്ന് പിന്നെ അവരുടെ പ്രായം വർദ്ധിച്ചുകൊണ്ടിരിക്കും, വയസ്സായിക്കൊണ്ടിരിക്കും. അങ്ങനെ പല പല സ്റ്റേജ് ഉണ്ട്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ. അപ്പോൾ നമ്മൾ അതിന് ഉദാഹരണങ്ങൾ മുടിയില്ലല്ലോ, മുടിക്കുണ്ട് ഇതുപോലെ ഓരോ കാലങ്ങൾ. രസമാണ് മുടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേട്ടോ. മുടിയെക്കുറിച്ച് പറയുമ്പോൾ മതിയാവില്ല, എന്തോരാണെങ്കിലും നമുക്ക് പറഞ്ഞിരിക്കുന്നുള്ളൂ. അതുപോലെ മുടിക്കുണ്ട് 3 സ്റ്റേജസാണ് മുടിയുടെ സൈക്ലിംഗ്. 3 സ്റ്റേജസാന്ന് പറയും. അതായത് ഗ്രോയിങ്,
വളർന്നുകൊണ്ടിരിക്കുന്ന ഫേസിൽ മുടി റാപ്പിഡ് ഗ്രോത്ത് എന്ന് പറയും, പെട്ടെന്ന് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സൈക്ലിംഗ്, ഹെയർ ഗ്രോത്തിന് സൈക്ലിംഗ് ഉണ്ട്, 3 ഫേസസ് ആണ് കേട്ടോ, 3 അവസ്ഥയിലായിട്ടാണ്: ഗ്രോയിങ്, റിഗ്രസിങ്, പിന്നെ റെസ്റ്റിംഗ്. നമ്മൾ പറയില്ലേ, നമ്മളിപ്പോൾ കുറേ ജോലി എടുത്തു കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കും, നമുക്കൊരു റെസ്റ്റ് ഉണ്ട് അല്ലേ? അതേപോലെ നമ്മുടെ മുടിയുടെ പ്രവർത്തനമാണ് കേട്ടോ. കുറച്ച് നാൾ വളർന്നുകൊണ്ടിരിക്കും, പിന്നെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകും, പിന്നെയോ പിന്നെ അത് കുറച്ച് റെസ്റ്റിംഗ് സമയമുണ്ട്. അപ്പോൾ അങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ, മുടിയുടെ വളർച്ച. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം കേട്ടോ. അതിന് കുറേ ഇതുണ്ട്. അപ്പോൾ ശരിക്കും മുടിക്ക് ആ ഓരോ സമയത്ത് നമ്മൾ വേണ്ട പരിചരണങ്ങൾ കൊടുക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്, സെക്കൻഡ് സ്റ്റേജിൽ എന്താണ്, തേർഡ് സ്റ്റേജിൽ എന്താണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഗ്രോയിങ് ആണ്. ഗ്രോയിങ് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ വളരുന്ന കുട്ടിക്ക് കൊടുക്കുന്ന പോഷകാഹാരങ്ങൾ അല്ലേ, അപ്പോൾ അതെന്തൊക്കെയാണ്? നമ്മൾ പ്രോട്ടീൻ കൂടുതലുള്ളത് കുട്ടികൾക്ക് കൊടുക്കും അല്ലേ, വിറ്റാമിൻ കൂടുതലുള്ളത് കൊടുക്കും. അതെന്താണ്? ആ ഗ്രോയിങ് സമയത്താണ് ആ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യം അല്ലേ. അപ്പം നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന പരിചരണം പോലെ ആയിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഗ്രോയിങ് ഹെയർ എന്ന് പറയുന്നത് കേട്ടോ. അത് വളർന്നുകൊണ്ടേയിരിക്കും. അത് ഒരു 2 മുതൽ 6, 7 വർഷം, ഞാനൊന്ന് പറഞ്ഞല്ലോ, ഒരു മുടിയുടെ ആയുസ് 7 വർഷമാണ്, 6, 7 വർഷമൊക്കെ ആയിരിക്കും ഇതിങ്ങനെ ഗ്രോയിങ് സ്റ്റേജ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റിഗ്രസിങ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ അതെന്ന് പറയുന്നത് മുടിയുടെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ധാരാളം മുടി വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സ്റ്റേജിൽ വേണം നമ്മൾ വേണ്ട, ഇപ്പോൾ ചെടി നട്ട് ഒന്ന് വളർന്നു വരുമ്പോഴാണല്ലോ നമ്മൾ ആ ചെടിക്ക്, വളർന്നുകൊണ്ടിരിക്കുന്ന ചെടിക്ക് വളം ഇട്ട് കൊടുക്കുന്നത് അല്ലേ. കാരണം എന്താ? വളം ഇട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് വളർന്ന് പെട്ടെന്ന് ഫലങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ ഫസ്റ്റ് സ്റ്റേജിൽ വേണം നമ്മൾ ആദ്യം ഇവർക്ക് വേണ്ട, ഹെയറിന് വേണ്ട കെയറിങ് കൊടുക്കാനായിട്ട്. ആ സമയത്താണ് മുടിക്ക് വേണ്ട കളറുകൾ കിട്ടുന്നത്, പിഗ്മെൻറ്റേഷൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരു ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ അത് തീരില്ല. അപ്പോൾ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇറക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലത് വരത്തിട്ട് നാളെ കാണാം.